അതെ, തീർച്ചയായിട്ടും ഇതിപ്പോ എല്ലാ കാര്യങ്ങളും തന്നെ കേരളത്തിലേക്ക് മെച്ചപ്പെടുത്താനുള്ള ഒരു അനൗൺസ്മെന്റ് ആയിരുന്നു. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ റെയർ എർത്ത് കോറിഡോറും ക്രിട്ടിക്കൽ മിനറൽ ഫോക്കസ് ഒരു ഇതിൽ കേരള സ്പെസിഫിക്കലി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഫിനാൻസ് മിനിസ്റ്റർ. അത് റെയർ എർത്ത് കോറിഡോർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇമ്പോർട്ട് ഡിപ്പെൻഡൻസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അനൗൺസ്മെന്റ് ആയിരുന്നു. അതിന് വേണ്ടിയിട്ട് ഒരു വലിയൊരു ബഡ്ജറ്റ് തന്നെ നീക്കി വെച്ചിട്ടുണ്ട് ഈ പ്രാവശ്യത്തെ ബഡ്ജറ്റിൽ. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ സ്പെൻഡിങ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ സ്പെൻഡിങ്ങും 12.2 ട്രില്യൺ ആക്കിയിട്ടുണ്ട്. അതിലും കേരളത്തിന് ബെനിഫിറ്റ് ഉണ്ടാവും. പോർട്ട് ലോജിസ്റ്റിക്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ ആയിരിക്കും അതിന്റെ ഒരു ബെനിഫിറ്റ് ഉണ്ടാവുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ടൂറിസം ഫോക്കസിന്റെ ഒരു ബജറ്റ് ആയിരുന്നു. ഇക്കോ ടൂറിസം ട്രെയിൽസും എൻഹാൻസ് ട്രെയിനിങ് ഫോർ 10,000 ടൂറിസ്റ്റ് ഗൈഡ്സ്, അതും കേരളത്തിന് വേണ്ടിയിട്ട് തന്നെയായിരുന്നു എന്ന് നമുക്ക് പറയാം. പിന്നെ അതില്ലാണ്ട് തന്നെ ഇലക്ട്രോണിക്സിന് വേണ്ടിയിട്ട് 40,000 crore ഇലക്ട്രോണിക്സ് PLI കോമ്പണന്റ് മാനുഫാക്ചറിംഗ് ബൂസ്റ്റിംഗ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലും കേരളത്തിന്റെ IT പാർക്സിന് അതിന്റെ ബെനിഫിറ്റ് ഉണ്ടാക്കാം. പിന്നെ ബയോഫാമയുടെ മേഖലയിലും ആദ്യത്തെ അനൗൺസ്മെന്റ് അതായിരുന്നു ഫൈനാൻസ് മിനിസ്റ്ററിന്റെ. അതിലും കേരള ക്യാൻ ടേക്ക് അഡ്വാൻറ്റേജ്. പിന്നെ ഓഫ് കോഴ്സ് ടെക്സ്റ്റൈൽസ്, ട്രൈബൽ ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ്, അതിലും ഖാദിക്ക് വേണ്ടിയിട്ട് ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു ബജറ്റ് ഉണ്ടായിരുന്നു, ബ്രാൻഡിങ്ങും മാർക്കറ്റിങ്ങിനും വേണ്ടിയിട്ട്. അതിലാണ്ട് നിരവധി കാര്യങ്ങൾ കേരളത്തിന് വേണ്ടിയിട്ടും നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളാണ്. പിന്നെ കാർബൺ ക്യാപ്ചർ 20,000 crore കാർബൺ ക്യാപ്ചറിന്റെ ഒരു പ്രോഗ്രാം കൂടി അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലും കേരള ലീഡ് എടുക്കാം. അതില് സോഷ്യൽ സെക്ടറിലും ആണെങ്കിലും അങ്ങനത്തെ കുറെ അനൗൺസ്മെന്റ്സും നമ്മുടെ ഷീ ഓൺടർപ്രണേഴ്സ്, മീൻസ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഓൺടർപ്രണർഷിപ്പ്, ഇപ്പൊ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിന്റെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ട് ഒരു കാര്യങ്ങളാണ് ഓൺടർപ്രണർഷിപ്പ് സ്കില്ലിങ്ങിന് വേണ്ടിയിട്ട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഒരു എൻഹാൻസ്ഡ് ബഡ്ജറ്റ് ഉണ്ടാകുന്നതായിരിക്കും. പിന്നെ കോക്കനട്ടിന്റെ കാര്യം പറഞ്ഞു, കോക്കനട്ടും കാഷ്യൂവിന്റെ കാര്യം പറഞ്ഞു. അതിലും കേരളത്തിനായിരിക്കും അതിന്റെ അഡ്വാൻറ്റേജ്. അപ്പോൾ ഓൾറൗണ്ട് നോക്കുകയാണെങ്കിൽ കേരളത്തിന് വളരെയധികം അഡ്വാൻറ്റേജസ് ഉള്ള ബഡ്ജറ്റ് ആയിരുന്നു. പിന്നെ ആയുർവേദ കേന്ദ്രത്തെ കുറിച്ചും പറഞ്ഞു, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ, അതിലും കേരള പ്രൊആക്റ്റീവായിട്ട് അപ്രോച്ച് ചെയ്താൽ നമുക്ക് തന്നെ ആയിരിക്കും ആദ്യത്തെ ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ വേണമെങ്കിൽ നമുക്ക് കേരളത്തിൽ കൊണ്ടുവരാവുന്നേ ഉള്ളൂ. നമുക്കത് പ്രൊആക്റ്റീവായിട്ട് സെൻട്രൽ ഗവൺമെന്റ് അപ്രോച്ച് ചെയ്താൽ കേരളത്തിനായിരിക്കും അത് ഫസ്റ്റ് പ്രിഫറൻസ് കിട്ടുന്നുണ്ടാവുക. ചോദിക്കട്ടെ, അതായത് ഈ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തന്നെയാണ് ഈ എയിംസ് പ്രഖ്യാപനം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചയിലേക്കൊക്കെ എത്തിച്ചത്. പക്ഷേ എയിംസും ഈ ബജറ്റിൽ നമ്മൾ പ്രഖ്യാപിക്കുമെന്ന് കരുതിയെങ്കിലും അതുണ്ടായില്ലല്ലോ. അല്ല, എയിംസ് അത് നമ്മൾ അത് സ്റ്റേറ്റ് ഗവൺമെന്റും കൂടിയും പ്രൊആക്റ്റീവായിട്ട് അത് സ്റ്റെപ്പ് എടുക്കണം. അതിന്റെ പ്രൊപ്പോസൽസിനും കാര്യങ്ങളും കൃത്യമായിട്ട് കൊടുക്കണം. DPRും കാര്യങ്ങളും ലാൻഡ് ഐഡന്റിഫിക്കേഷനും അതൊക്കെയാണ് അതിന്റെ പ്രശ്നം. മൈക്രോ ഡീറ്റെയിൽസ് ആണ്. അതൊക്കെ എയിംസ് സാങ്ഷൻ ചെയ്യാൻ റെഡി ആയിട്ട് ഇരുന്നതായിരുന്നു. പക്ഷെ അത് എന്തായിരുന്നു, കേരളത്തിന് എന്തായിരുന്നു കുറവുകൾ വന്നതെന്ന് വെച്ചാൽ അത് എക്സാമിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.